ഇത് അവൻ എടുത്ത ഓയോ, ഇത് രജിസ്റ്റർ ബുക്ക്, അവർ കൊടുത്ത പ്രൂഫ്, റൂം നമ്പർ. ഈ പ്രൂഫൊക്കെ ഞാൻ കണ്ടുപിടിച്ച സമയത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കഴിപ്പിച്ചു തരാം. ഇത് നമ്മുടെ പാർട്ട്ണർ നമ്മളെ പച്ചയ്ക്ക് പറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിച്ചത്. അതായത് ഈ പെൺകുട്ടി വിവാഹിതയായി ഭർത്താവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചതിന് ശേഷം പുള്ളിക്കാരി നേരിട്ട കുറെ കാര്യങ്ങളും ഇപ്പോഴും അവരുടെ ഭർത്താവ് അവരെ അതിഭീകരമായി ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്നവരും കല്യാണം കഴിച്ചിട്ട് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം നേരിടുന്നവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. കൂടുതലായിടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഞ്ജലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ ചെറിയ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിനകത്ത് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ജീവിതത്തിൽ അനുഭവിച്ച കുറെ ദുരനുഭവങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവര് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇവരും ഇവരുടെ ഭർത്താവിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വരാം. ഇവരുടെ ഭർത്താവും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് ആള് സൽഗുണസമ്പന്നനൊക്കെ ആയിരുന്നു. അതിനുശേഷം വിവാഹിതരായി മുന്നോട്ട് പോകെയാണ് കുടുംബത്തിലെ പല പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം കുടുംബത്തിലായിരുന്നു പ്രശ്നം, അമ്മയായിരുന്നു പ്രശ്നം, പിന്നെ ഭർത്താവായ പ്രശ്നം, ഭർത്താവിന് പരസ്ത്രീ ബന്ധങ്ങളായ പ്രശ്നം, ഭർത്താവ് പലപ്പോഴായിട്ട് ഉപദ്രവിക്കുന്ന പ്രശ്നം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഒരു കുഞ്ഞുമായിട്ട് ആ വിവാഹ ജീവിതം ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരികയും ആ വിവാഹ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷവും ഭർത്താവ് അതിഭീകരമായി ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഇവർ പറയുന്നത്. ആദ്യം വീട്ടിൽ എന്താ പ്രശ്നം എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ അതൊന്നും പ്രശ്നമായിട്ട് തോന്നില്ല. ഒരു അമ്മ മോന് റിലേഷൻ എന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നിയത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അതൊക്കെ എനിക്ക് പ്രശ്നമില്ലാണ്ട് തോന്നി. പിന്നെ ഞങ്ങൾ വീക്കെൻഡിൽ പോണ സമയത്ത് ഇവന്റെ അമ്മ വെറുതെ നിന്ന് കരയും, ഇവൻ പോയി ഉമ്മ കൊടുക്കും, ബാക്കിൽ കൂടെ പോയി കെട്ടിപ്പിടിക്കും, ആശ്വസിപ്പിക്കും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇവനോട് പറഞ്ഞു, ഇതെന്താ ഇത് വെറുതെ ഒരു റീസൺ ഇല്ലാണ്ടാണ് നിന്ന് കരയണത്. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നിന്ന് കരയണ ഒരു പ്രശ്നമില്ല. വെറുതെ നിന്ന് കരയും, ഇവൻ ചെന്ന് ബാക്കിൽ കൂടെ കെട്ടിപ്പിടിക്കും, ഞാൻ ആശ്വസിപ്പിക്കുക, ഉമ്മ കൊടുക്കുക, ഒരു സംഭവമായി. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, ഇത് എനിക്ക് അത്ര നീറ്റായിട്ട് തോന്നുന്നില്ല. അത് ഞാൻ ഇവനോട് ഡയറക്റ്റ് പറയും ചെയ്തു. വേറെ ആരോടും ഞാൻ പറഞ്ഞില്ല, ഇവനോട് തന്നെ ഡയറക്റ്റ് ഞാൻ പറയും ചെയ്തു, എനിക്കിത് അത്ര ഇഷ്ടപ്പെടണില്ല എന്നുള്ള കാര്യം ഞാൻ പറയും ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഉമ്മ വിഷയം ഒരു വിഷയമായി, ഞങ്ങളുടെ ഇടയിൽ ഒരു വിഷയമായിട്ട് മാറിയ സംഭവം. അത് മാറിയ സമയത്ത് ഇവൻ ഒരു ദിവസം എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഇവന്റെ അമ്മേനെ വിളിച്ചിട്ട് പറയാണ്, അമ്മേനെ സ്നേഹിക്കണത്, അമ്മയ്ക്ക് ഉമ്മ കൊടുക്കണത് ഇവൾക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. ഇതാണ് ഈ കുടുംബത്തിൽ ഈ കുട്ടി ഫേസ് ചെയ്ത ആദ്യത്തെ പ്രശ്നം. ഇത് കേട്ടപ്പോൾ എനിക്ക് ചുമ്മാ ഒരു പൊസസീവ്നെസ് ക്ലാഷ് ആയിട്ട് മാത്രമാണ് തോന്നിയത്. അതായത് വിവാഹത്തിന് ശേഷം ഭർത്താവ് അമ്മയിൽ ഓവറായിട്ട് ഡിപ്പെൻഡൻ്റ് ആകുന്നു, അമ്മയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നു, അമ്മയെ ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അതായത് അമ്മയോടുള്ള സ്നേഹമാണ് പുള്ളിക്കാരി കൂടുതലായിട്ട് പറഞ്ഞത്. അതിനുശേഷം അമ്മയ്ക്ക് ഈ പുള്ളിക്കാരിയോട് ഒരു ഈഗോ ഉണ്ടായിരുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഈ തുടക്കം കേട്ടപ്പോഴൊക്കെ എനിക്കിത് തോന്നിയത് ഇത് ചുമ്മാ പൊസസീവ്നെസ് കൊണ്ട് സിമ്പിളായിട്ട് തീർക്കേണ്ട വിഷയം. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും മക്കള് അമ്മമാരെ ഭയങ്കരമായിട്ട് നടത്തി നന്നായിട്ട് നോക്കി അവരുമായിട്ടുള്ള സ്നേഹം പങ്കിട്ടൊക്കെ നിൽക്കുന്നു. ഭാര്യ വരുന്നു, ഭാര്യയിലേക്ക് സ്നേഹം പോയി കഴിഞ്ഞാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും, അമ്മയിലേക്ക് സ്നേഹം പോയി കഴിഞ്ഞാൽ ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. ഇതൊക്കെ ഒരുമാതിരി 99.9% കുടുംബങ്ങളിൽ നടക്കുന്ന സാധനങ്ങളാണ്. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇവരെല്ലാം പരസ്പരം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിലാണ് ഈ കുടുംബം സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകുന്നതിനുള്ള കാര്യം. പക്ഷേ ഇതിനെക്കാട്ടിലും വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഒരു മാലപ്പടക്കത്തിന്റെ തിരി കൊളുത്തിയ സംഭവം മാത്രമാണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ സഹോദരനുമായിട്ട് ചേർത്ത് അപവാദങ്ങൾ ഈ അമ്മ പറഞ്ഞതായിട്ട് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. നീ ഇതിന്റെ കൈന്നെടുത്ത് പറഞ്ഞതാണ്. അങ്ങനെ ഒരാളെ, അതായത് സ്വന്തം മോന്റെ ഭാര്യനെ മൂത്ത മോനായിട്ട് കൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ ആ തള്ളയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മ ഒരു വലിയ പ്രശ്നമായി തുടക്കത്തിൽ. അതിനുശേഷം ഇവര് സംസാരിക്കുന്നു, ഇവര് വീട്ടിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഗ്യാപ്പൊക്കെ എടുക്കുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, ആള് പ്രഗ്നന്റ് ആവുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇൻട്രോയിൽ കണ്ട പോലത്തെ കുറെ കാര്യങ്ങൾ വരുന്നത്. അതായത് സ്വന്തം ഹസ്ബൻഡിന് പരസ്ത്രീകളുമായിട്ട് ബന്ധം, ഭാര്യയെ സ്നേഹിക്കുന്നില്ല, ഭാര്യയുടെ കൂടെ ചെലവാക്കുന്നില്ല, ഭാര്യയെ പരമാവധി ദ്രോഹിക്കാൻ പറ്റുന്ന പോലെല്ലാം ദ്രോഹിക്കുക. അതോടൊപ്പം
പല ജിമ്മിലൊക്കെ ഈ ഭർത്താവ് ജിമ്മ് നടത്തുക, ജിമ്മിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ മോശം ട്രീറ്റ്മെന്റുകൾ നടത്തുക, എന്നാൽ മറ്റു പെൺകുട്ടികൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഏതോ ഒരു പെൺകുട്ടിയെ കൈപ്പിടിച്ച് നടക്കുക, ഇങ്ങനെ പൊസസീവ്നെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് തുടക്കത്തിൽ മൊത്തം പറയുന്നത്. അതിനുശേഷമാണ് മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിലും കാറ് എടുത്തുകൊണ്ട് സ്ഥിരമായിട്ട് പോകുന്നു, കാറിൽ മറ്റു പെൺകുട്ടികളെ കയറ്റിക്കൊണ്ട് പോകുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നു. നമുക്ക് ഇവർ പറയുന്ന ബാക്കി കൂടെ കേൾക്കാം, അഞ്ജലി പറയുന്ന ബാക്കി കൂടെ കേൾക്കാം. നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മയാണ് ശരി, എന്ത് പറഞ്ഞാലും അമ്മയാണ് ശരി. കല്യാണം കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം പറയാ കല്യാണം കഴിക്കണ്ടായിരുന്നില്ല, പിന്നെ പറയാ ഭാര്യനെ വേറെയും കിട്ടും, അമ്മേനെ വേറെ കിട്ടില്ല. അങ്ങനെയുള്ളവർ കല്യാണം കഴിക്കാൻ പോകരുത്. ഇത് പ്രധാനമായിട്ടും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അമ്മയും ഭാര്യയും മാനേജ് ചെയ്യാൻ അറിയണം. അത് ഈ ഭർത്താക്കന്മാർ മാത്രം ചിന്തിച്ചാൽ പോരാ, ഈ മരുമോളായാലും ഹസ്ബൻഡിനെയും അമ്മായിയമ്മയും മാനേജ് ചെയ്യാൻ പഠിക്കണം, അമ്മയായാലും മകനെയും മരുമകളെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. മറ്റൊരു കുടുംബത്തിൽ മറ്റൊരു അന്തരീക്ഷത്തിൽ മറ്റൊരു രീതിയിൽ ജീവിച്ച പെൺകുട്ടിയും ഈ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേനും പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. അത് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ മാറി താമസിക്കാൻ പറ്റുന്ന സാഹചര്യം മാറി താമസിക്കാൻ പറ്റുന്ന സാഹചര്യം എങ്കിൽ ഒരാളെങ്കിലും മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ കുടുംബജീവിതം താറുമാറാവും, പിന്നെ കിടന്ന് കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ബാക്കിയേക്കാം. അവന്റെ തോടയമ്മ പിടിച്ച വർത്താനം പറയാ, അവിടെ വയറും പിടിക്കുക, ഇങ്ങോട്ട് തിരിച്ചിടിക്കുക. ഇത്രയും വർഷമായിട്ട് കൂടെ ജീവിക്കുന്ന ഒരാള് അവന്റെ മാറ്റം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ലേ അതിങ്ങനൊക്കെ കിടന്ന് കാണിക്കുമ്പോ. ഇവിടം തൊട്ടാണ് നമ്മൾ പറഞ്ഞ പ്രധാന വിഷയത്തിലേക്ക് പോകുന്നത്. ഏതോ ഒരു മീറ്റിങ്ങിന് പോയപ്പോഴത്തേനും അവിടെ മറ്റൊരു പെൺകുട്ടിയെ കൈ പിടിച്ചുകൊണ്ട് വന്ന് പരിചയപ്പെടുത്തുക. സ്വാഭാവികമായിട്ടൊരു പൊസസീവ്നെസ് ഓൾറെഡി ഉണ്ടാവും, ഓൾറെഡി പല പല പ്രശ്നങ്ങളും ഉണ്ട്, അതുകൊണ്ട് പല കാര്യങ്ങളും ഫീൽ ആകും. ആ പെൺകുട്ടിയായിട്ട് ഓവറായിട്ട് മിങ്കിളാവുന്നു, ആ പെൺകുട്ടിയെ കിട്ടിയ പിന്നെ സ്വന്തം ഭാര്യേനെ മൈൻഡ് ചെയ്യുന്നില്ല, ആ പെൺകുട്ടിയായിട്ട് പോകുന്നു, ഈ സ്വന്തം ഭാര്യ വെള്ളം കുടിച്ച ഒന്നും തിരക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഭർത്താവിലുള്ള ഒരുപാട് കുറ്റങ്ങളാണ് പറയുന്നത്. ഇതിനകത്ത് ഇത് അക്സെപ്റ്റബിൾ ആണ്. മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. തിരിച്ചുകൊണ്ട് കേട്ടോ, ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ ഈ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് പോകുമ്പോൾ ഭർത്താക്കന്മാർക്കും ഈ പ്രശ്നമുണ്ട്. നമ്മൾ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. ലോകത്തുള്ള എല്ലാ സ്ത്രീകളും നല്ലതുമല്ല, ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും നല്ലതുമല്ല, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും മോശമല്ല, ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും മോശമല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാറുണ്ട്. ഞാൻ ഈ പെൺകുട്ടിയെ മാത്രം മുൻനിർത്തി അല്ല പറയുന്നത്. ഈ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിരവധിയായിട്ട് നടക്കുന്നുണ്ട്. ഈ സ്ത്രീധനത്തിന്റെ പേരിൽ എന്തോരം ശാരീരിക ഉപദ്രവങ്ങളും മാനസിക പീഡനങ്ങളുമാണ് ഇപ്പോൾ ഓരോ പെൺകുട്ടികളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു പെൺകുട്ടി സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി, സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ അതുമായിട്ട് കൗൺസിൽ ചെയ്യുന്ന ആളുമായിട്ട് സഹകരിക്കുക, നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുക. അല്ലാതെ ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ഞാൻ അവിടെ കിടന്ന് അടിയും കൊണ്ട് ചവിട്ടും കൊണ്ട് തുപ്പും കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ പാഴാവും. മാക്സിമം പറ്റാവുന്നിടത്തോളം കുടുംബത്തിനുള്ളിലൊരു വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഒന്നിച്ച് ചേർത്ത് ബിർളവൈറ്റ് വാൾക്കേർ കൂട്ടിയിട്ട് ഒട്ടിക്കാൻ നോക്കുക. അത് പറ്റിയില്ല എന്നുള്ള സാഹചര്യത്തിൽ പൊട്ടിച്ച് രണ്ടുപേരും സമാധാനമായിട്ട് ജീവിക്കുക. അതിനുശേഷവും ഉപദ്രവിക്കുന്നൊരു നടപടി ഉണ്ടാവരുത്. പിന്നെ അവിടെ നിന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പരിപാടിയുടെ ഇടയിൽ വെച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, നീ അവിടെ തമ്മിൽ എന്താ റിലേഷൻ? ഞാൻ ചോദിച്ചു എന്ത് റിലേഷൻ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അതിനുശേഷം ഞാൻ അറിഞ്ഞത് ഇവർ നമ്മുടെ റിലേഷനിലാണ്. ഇവർ റൂം എടുത്തിട്ടുണ്ട്, ഇവർ ജിമ്മിൽ കയറി കാര്യങ്ങൾ. ഒരു ദിവസം ഒരു ശനിയാഴ്ച രാത്രി ഞങ്ങൾ പുഷ്പ കാണാൻ പോയി. പുഷ്പ കാണാൻ പോയിട്ട് 3 മണിക്കാണ് വന്നത്. അപ്പം ഞാൻ അന്ന് പറഞ്ഞു അവനടുത്ത് പോയി. അവനോട് ഒരാഴ്ച മുന്നേ പറഞ്ഞിരുന്നു അവന് ഞായറാഴ്ച ഡെക്കയിൽ പോകണം, കുറച്ച് ജിമ്മിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് പോകേണ്ടത്, നിങ്ങൾക്ക് നല്ല ഡെക്ക പോകാനുള്ളതല്ലേ, സിനിമയ്ക്ക് പോകേണ്ട വരുമ്പോൾ ലേറ്റ് ആവില്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഇവൻ ഞങ്ങൾ പുലർച്ചെ സിനിമയ്ക്ക് പോയി 3 മണി കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് വന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ഇവൻ വേഗം ഡ്രസ്സ് മാറി ഇവൻ പോവാണ്, ഡെക്കയിലേക്ക് പോവാണ്. ഇവൻ ശരിയെന്ന് പറഞ്ഞു. ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഫോൺ ഓഫാ. അവന് വിളിച്ചാൽ കിട്ടണില്ല, നെറ്റ് ഓൺ ആക്കണില്ല. പിന്നെ ഞാൻ അറിയാണ് പുലർച്ചെ എൻ്റെ കൂടെ വന്ന് സിനിമ കണ്ട എൻ്റെ കൂടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ധൃതിപ്പെട്ട് പോയത് ഇവൻ്റെ കൂടെ റൂം എടുക്കാനാന്നുള്ളത് ഫുള്ള് പ്രൂഫ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നു. എന്തൊരു മാനസികാവസ്ഥയായിരിക്കും ഇത്. രാത്രി വന്ന് ഭാര്യയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് വേറെ ആരുടെയോ കൂടെ ഓയിൽ പോയി റൂം എടുക്കുന്നു. ഓയിൽ പോയി റൂം എടുക്കുന്നത് അവിടെ ഇരുന്ന് ഹോമം ചെയ്യാനൊന്നും അല്ലല്ലോ. അതും പരിചയമില്ലാത്ത അല്ലെങ്കിൽ പരിചയമുള്ള സ്വന്തം ഭാര്യയല്ലാത്ത മറ്റൊരു പെൺകുട്ടിയായിട്ട് പോകുമ്പോൾ നമ്മുടെ നാട് അത് നല്ല ബന്ധമാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന മാനസികാവസ്ഥ പോയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും അങ്ങനെയല്ല.
ഇത് ഞാൻ സംസാരിക്കുന്നത് ഒരു സ്ത്രീയുടെ എക്സ്പെക്ട് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, തിരിച്ചും സംഭവിക്കാം. ഒരു ആണ് നല്ല രീതിക്ക് ഒരു പെണ്ണിനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല രീതിക്ക് കുടുംബജീവിതം നയിക്കുന്നു, പെണ്ണ് വേറെ കൂടെ കറങ്ങി കിടന്നു കഴിഞ്ഞാൽ അതേ സംഭവം ഈ ആണിനും ഉണ്ടാവും. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ പരസ്പര ധാരണയില്ല, നല്ല രീതിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി നല്ല രീതിക്ക് പോകാൻ പറ്റുമെങ്കിൽ നല്ല രീതിക്ക് പോവാം. പറ്റത്തില്ലയോ, വിട്ടിട്ട് രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ നീ വേറെ ഞാൻ വേറെ, നിന്റെ കാര്യങ്ങൾ വേറെ എൻ്റെ കാര്യങ്ങൾ വേറെ, അങ്ങോട്ടും ഇങ്ങോട്ടും നാണം കെടുത്താതെ രണ്ടുപേരും അവരുടെ വഴിക്ക് പോവാം. ഇത് ഇപ്പൊ ഈ പെൺകുട്ടി മുന്നേക്ക് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹസ്ബൻഡ് ഈ പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ആക്കിയിട്ട് പല സ്റ്റാറ്റസുകളും സ്റ്റോറികളും എല്ലാം ഇടുന്നു. ഈ സ്റ്റോറികളെല്ലാം ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ പറ്റിച്ചു, വഞ്ചിച്ചു, കബളിപ്പിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തും സ്ഥലങ്ങളിലും പള്ളിയിലും എല്ലാം ചെന്ന് ഈ പെൺകുട്ടിയെ കുറിച്ച് ഭയങ്കര മോശം പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചിരിക്കുകയാണ്, എനിക്കെല്ലാം മഞ്ഞയായിട്ട് തോന്നുള്ളൂ, അവന് മഞ്ഞപ്പിത്തമാ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്. എൻ്റെ സൈഡിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അവൻ്റെ സൈഡിലേക്ക് എന്നെ ഒരുത്തം വിമർശിക്കുന്നെങ്കിൽ അവൻ്റെ സൈഡിലോട്ട് ഈ തെറ്റിട്ട് കൊടുക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ആളുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മിസ്റ്റർ തൃശ്ശൂർ 3 തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ കേരള ഇട്ടിട്ടുണ്ട്, മൈ ലൂക്ക എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ ഒരു ഇതിട്ടിട്ടുണ്ട്. ലൂക്ക എന്ന് പറയുന്നത് ഇവരുടെ കുഞ്ഞാണ്. ഈ കുഞ്ഞിന്റെ മാമോദിസയ്ക്ക് പോലും ഇയാൾ കാണാൻ പോയിട്ടില്ല, ഈ പെൺകുട്ടി വിളിച്ചിട്ട് പോലും കാണാൻ പോയിട്ടില്ല. പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ ഇയാളും ഇയാളുടെ കാമുകിയും കൂടെ തള്ളിത്താഴിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇനി ഈ ജിം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ജിമ്മ്. ആളെ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ ഈ ജിമ്മിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആളാരാന്ന് കാണാൻ സാധിക്കും. ഇതാണ് ജിമ്മ്. ഈ ജിമ്മിലാണ് ഇത്തരത്തിലുള്ള കുൽസിത പരിപാടികളെല്ലാം നടക്കുന്നതായിട്ട് ഈ പെൺകുട്ടി കണ്ടുപിടിച്ചത്. ഈ പെൺകുട്ടി ഒരുപാട് പ്രൂഫുകൾ കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കണ്ടു, മറ്റേ റൂം എടുത്ത സാധനങ്ങളും ആധാർ സഹിതം കാണിച്ചു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഫോൺ കോളുകൾ പെൺകുട്ടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കേൾപ്പിക്കാൻ പറ്റത്തില്ല, അമ്മാതിരി തെറിയാണ് സംസാരിക്കുന്നത്. അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, രണ്ടുപേരും പച്ചത്തെറിയ പറയുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ കുട്ടിയുടെ വീഡിയോ പോയി കാണുക, ഞാൻ താഴെ ലിങ്കിൽ ഇട്ടേക്കാം. 1 മണിക്കൂറോളം ഉണ്ട് ആ വീഡിയോ, കഷ്ടപ്പെട്ടിരുന്ന് കാണുക. പക്ഷേ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ട്, എല്ലാം മനസ്സിലാക്കും. നമുക്ക് ഏതായാലും ഒരു കുഞ്ഞ്, ഈ പെൺകുട്ടീനെ പുറത്ത് വിട്ടൊരു കുഞ്ഞ് സംഭാഷണം കേൾക്കാം. അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ജിമ്മിൽ വേറെ കുറെ അഫയർ ഉണ്ടെന്ന്? എടി എനിക്കല്ലേ അഫയർ ഉള്ളത്, നിന്റെ കെട്ടിയോന് തന്നെ അഫയർ ഉള്ളത്. നീ അവനോട് ചോദിക്കടി, അവനോട് ചോദിച്ചു മനസ്സിലാക്കുക അവൻ എത്ര അഫയർ ഉണ്ടെന്ന് ചോദിച്ചു നോക്ക്. അവൻ ഇതിന് മുന്നുള്ള ബന്ധങ്ങൾ ഏതൊക്കെയായിരുന്നു നീ ചോദിച്ചു നോക്ക്. അപ്പൊ ആ പുള്ളിക്കാരന് ഒരുപാട് ബന്ധങ്ങളുള്ളതായിട്ട് ആ പുള്ളിക്കാരൻ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയോട് സംസാരിച്ചിരുന്നത് നമ്മുടെ ഭർത്താവ് അല്ലെ ഭാര്യ മറ്റൊരാളുടെ കൂടെ, നമ്മളെ ചീറ്റ് ചെയ്തിട്ട് മറ്റൊരാളുടെ കൂടെ പോകുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് സഹിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ പിടിച്ച് കഴുത്തമർത്തി പിടിച്ചു നിർത്താൻ നോക്കും, അതിന്റെ പുറകെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു, അവിടെ പോയി വഴക്കുണ്ടാക്കുന്നു, ഈ കൊണ്ടു നടന്നവനോട് പോയി ചീത്ത വിളിക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ, ആത്മാർത്ഥം അല്ലെങ്കിൽ അവൻ പോട്ട് ഞാനിവിടെ എൻ്റെ വഴിക്ക് പോകാം എന്ന് ചിന്തിക്കും. അപ്പൊ ഈ പെൺകുട്ടി വളരെ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹത്തെ സ്നേഹിച്ചതെന്നുള്ള രീതി മനസ്സിലാക്കുന്നു. ഭർത്താവ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ കണ്ടത്. പക്ഷെ അദ്ദേഹം വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഈ ടോയ്ലറ്റിന്റെ കാര്യം ഒത്തിരി കാര്യങ്ങൾ ഈ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ആധികാരികമായി സംസാരിക്കാൻ പറ്റിയ ആൾ ഞാനല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അത് മാത്രമല്ല നമ്മുടെ സമയവും ഒരു പ്രശ്നമാണ്. ഈ പെൺകുട്ടി അവസാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം കൂടെ കേട്ട് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. ചെയ്യാൻ അത്രയൊക്കെ അവൻ ചെയ്തു. ഒരു 6-7 മാസം പിന്നോട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ. 10-15 ദിവസം ഫുഡില്ല, രാവും പകലും ഉറക്കില്ല. പ്രഗ്നൻസി ടൈമാണെന്നും കൂടി ആലോചിക്കണം. കടന്നു പോയ അവസ്ഥ ഒറ്റയ്ക്ക് എനിക്ക് പേടിയായിരുന്നു. 2 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴും ആൾക്കാർ ചോദിക്കുക, നിനക്ക് എന്താ പറയാ, കുട്ടീനെ കൊല്ലാനാ ചോദിക്കുക. ചെയ്യാൻ മാത്രം ആ കുട്ടി മാത്രമാണ് ഇപ്പൊ ഈ പെൺകുട്ടിക്ക് മുന്നേക്ക് ജീവിക്കാനുള്ള ഒരു പോസിറ്റീവായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കുട്ടിയും കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് പോകും. ഇവിടുത്തെ കാരണം ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല ഗൈസ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തുക. ഒരു കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ മാക്സിമം നിങ്ങൾക്കിടയിൽ തന്നെ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയിൽ തൃപ്തരായില്ലെങ്കിൽ കെട്ടാൻ നിൽക്കരുത്. വെറുതെ ഇവരുടെ ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനെ പറക്കുന്നു പരാഗണമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറക്കുന്നു പരാഗണമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അങ്ങ് നടന്നു, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഒരാളെ കെട്ടണം. നമ്മൾ മറ്റൊരാളുടെ ജീവിതം കൂടെ നശിപ്പിച്ച് നാരായണക്കല്ലാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് വളരെ കോമൺ ആയിട്ടൊരു പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട്. പല ഇൻസ്റ്റാഗ്രാം റീൽ എടുത്ത് നോക്കിയാലും
വിഹിതമെന്ന് പറയുന്നത് എന്തോ പുണ്യപ്രവൃത്തി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. നല്ലതാ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിന്താഗതികളൊക്കെ നല്ല രീതിക്ക് മാറുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളിൽ രേഖപ്പെടുത്തി മറ്റൊരു വീട്ടാണ്.